ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മാജിക് ഇംഗ്ലീഷ്. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിങ്ങിന് ഉതകുന്ന ഒരു സംഭവമാണ്. അത് പ്രോനൗൺ. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുക ഞാൻ എന്നാണ്, അല്ലെ? ഞാൻ, എനിക്ക്, എന്റേത്, എനിക്ക് വേണം, എന്റേത്, അല്ലെ? എന്റെ കാര്യങ്ങൾ പറയാനാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോ ഇതിന്റെ ഒരു തുടർച്ചയുണ്ട്. ഓരോ ആഴ്ചകളിൽ ഇതിന്റെ ഒരു കുറച്ച് ഭാഗം ഇന്ന് പറയും, അതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ. അപ്പൊ എല്ലാ ക്ലാസ്സിലും കണക്ട് ആവുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോട്ട്സ് വേണ്ടവർ അവിടെ കുറിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു സമയമില്ല. അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരുപാട് സമയം എഴുതാനും പഠിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവാത്തത് ലാസ്റ്റ് ചോദിക്കാൻ ഞാൻ സമയം തരും. അന്നേരം ചോദിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, ഞാൻ ആദ്യം ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് അറിയോന്ന് അറിയണല്ലോ, അല്ലെ? ഫുൾ ഇംഗ്ലീഷിൽ പറയുന്നില്ല. നമ്മൾ ഫ്രീ സെഷനിലും എല്ലാം തന്നെ എന്താണ്, വളരെ ബേസിക് ആയിട്ട് ഒട്ടും അറിയാത്തവർക്ക് പോലും ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ്. പിന്നെ ചെറിയ മക്കളും മുതിർന്നവരും പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണം, എല്ലാവർക്കും മനസ്സിലാവണം. അല്ലെങ്കിൽ പിന്നെ ഇഷ്യൂ ഇത് ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെയല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കുറച്ച് അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. ആം ഐ ഓഡിബിൾ? ഞാൻ ക്ലാസ്സസ് മൂവ് ചെയ്യാൻ പോവുകയാണ്. ആം ഐ ഓഡിബിൾ? പറയുന്നത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാള് ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ട്. യെസ് യെസ്. ഓക്കെ, താങ്ക് യു. മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് വാചകങ്ങൾ ചോദിക്കാമേ, അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് നോക്കട്ടെ. എന്നിട്ട് അറിയുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അതാണ് ഇന്ന്. സോ ഇന്ന് എന്താണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഞാൻ ആണ്, ഞാൻ അല്ല. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ നമുക്ക് ഞാനാണോ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഞാനല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും, അല്ലെ? ഞാനാണ് എന്ന് വെച്ചിട്ട് സംസാരിക്കേണ്ടി വരും, ഞാൻ അല്ല എന്ന് വെച്ചിട്ട് സംസാരിക്കേണ്ടി വരും. അതുപോലെ ചോദ്യം ചോദിക്കണ പോലെ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണത് മാതിരിയൊക്കെ ആണെങ്കിൽ ഞാനാണോ അങ്ങനെ ചോദിക്കാം. പിന്നെ ഞാനല്ലേ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് ഇന്ന്. പിന്നെ അടുത്ത ആഴ്ചകളിൽ നീ, പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അവർ, അങ്ങനെ അങ്ങനെ ഒരു അതിന്റെ തുടർച്ചയായിരിക്കും ഉണ്ടാവും. ആ ഒരു സീരീസ് അങ്ങ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കാര്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അപ്പൊ എളുപ്പമാണ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, യൂസ് ചെയ്യാം. ഞാൻ ആണ്. വാട്ട് ഇസ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് ഞാൻ ആണ്, അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് അറിയാവുന്നവർക്ക് പറയാം. ഞാൻ ആണ്. I am. Very good. Who said that? ആരാണ് ഇത് പറഞ്ഞത്? Ansaf. Very good. Ansaf. അപ്പോ അൻസഫിന് ഇവിടെ ഒരു ക്ലാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. ഞാനാണ്, ഞാൻ ആകുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐ ആം. യാം എന്ന് ഉച്ചരിക്കേണ്ട. അപ്പൊ അതൊരു മലയാളികൾ പറയണ പോലെ ഐ. ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഐ ആം എന്ന് പറയണ്ട, ഐ ആം എന്ന് പറയാം. അല്ലെങ്കിൽ ഐ കേൾക്കണ്ട, ഐ അങ്ങ് സൈലന്റ് ആക്കിയിട്ട് ആം ആം അത്ര മതി. എഴുതുമ്പോ എഴുതണം, പക്ഷെ പറയുമ്പോഴത്തേക്ക് ഐ ആം വരണ്ട, യാ വേണ്ട. ഓക്കെ, ഐ ആം അങ്ങനെ പറയാം, അല്ലെങ്കിൽ ആം എന്ന് പറഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ്. ഓക്കെ, ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും അടുത്തത്. ഇനി അടുത്തത് ചോദിക്കുവാണ്. അറിയുന്നവരെല്ലാം മൈക്ക് ഓൺ ചെയ്ത് പറയാം. ആദ്യമേ ഓൺ ചെയ്ത് നിൽക്കണ്ട, അപ്പൊ പിന്നെ ഭയങ്കര ബഹളായിരിക്കും. ഞാൻ അല്ല. ഞാൻ അല്ല. How can we say in English? I am not. I am not. Yes, very good. Who said that? I'm not. I am not. അമീഖ. ഓക്കെ, പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ് കേട്ട ആളുടെ പേര് ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ എനിക്കറിയാം. ഐ എം നോട്ട്. ഐ ആം എന്നുള്ള ഐ യാ എന്നങ്ങ് വരാതെ ഐ ആം നോട്ട്, അല്ലെങ്കിൽ ഐ സൈലന്റ് ആക്കിയിട്ട് നമുക്ക് ഐ എം നോട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് കേൾക്കാമോ? ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഡിസ്റ്റർബ്ഡ് ആയി. കേൾക്കാമോ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് എന്ന് പറയാം. അതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പറയാന്നറിയോ? നോട്ടിനെ നമുക്ക് ഷോർട്ടൺ ചെയ്തിട്ട് എൻ കഴിഞ്ഞിട്ട് ഓക്ക് പകരമായിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇടും.
കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ എന്നിന്റെ മേലെ നമ്മളൊരു കോമ പോലെ ഇടില്ലേ, അപ്പോസ്ട്രോഫി എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആമിന്റ്, 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 ആമിന്റ്. ഐ ആം നോട്ട് എന്ന് പറയാം, ഞാനല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ആമിന്റ്, ആമിന്റ് അങ്ങനെ പറയാം. ഇനി ഇത് രണ്ടും സെറ്റാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഐ ആം എന്നറിയാം, ഐ ആം നോട്ട് എന്നും അറിയാം. ഞാനാണെന്ന് പറയാൻ അറിയാം, ഞാനല്ലെന്ന് പറയാനും അറിയാം. അപ്പൊ പിന്നെ ഞാനാണോ അങ്ങനെ ചോദിക്കാൻ എങ്ങനെയായിരിക്കും? ഹൗ ക്യാൻ വി സേ ഞാൻ ആണോ? ഒരു ചോദ്യാക്കുമ്പോ പറഞ്ഞോളൂ, എങ്ങനെയാണ്? Am I? Very good, very good. Who said that? Amiga. Amika, very good. Am I? ചോദ്യാക്ക എളുപ്പമാണ് കേട്ടോ മക്കളെ. എന്താണെന്നറിയോ? ഐ എന്ന്, അതായത് നമ്മൾ പേരായിട്ട് തോന്നുന്നത് പ്രോനൗൺ എന്നാണ് പറയുന്നത്. ഇനിയിപ്പൊ അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ പേര്, എന്തെങ്കിലും കാര്യങ്ങളുടെ ഒക്കെ പേര് പറയുവാണെങ്കിൽ അത് നമ്മൾ സെക്കൻഡിലേക്ക് ഇടുക. ഐ എന്നുള്ളതിന് രണ്ടാമതിടുക. രണ്ടാമത് വന്നിട്ടുള്ള എന്താണോ വേർഡ് അതിന് ഓക്സിലറി എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഫസ്റ്റിലുള്ള അത് പൊസിഷൻ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക, ചേഞ്ച് ചെയ്താൽ ചോദ്യമായി. ഐ ആം എന്നുള്ളത് ആം ഐ, ക്വസ്റ്റ്യൻ ആയി. ഞാനാണോ? ഞാനാണെന്ന് പറയാൻ ഐ ആം. ഞാനാണോ എന്ന് ചോദിക്കാൻ ആം ഐ, ആം ഐ, ആം ഐ. ഞാനാണോ? ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? Yes. Everybody? Yes. I am. Yes, fine, fine. I am ഞാനാണ്, അല്ലെങ്കിൽ ഞാനാകുന്നു എന്ന് പറയാം. പിന്നെ ഞാനല്ലെന്ന് പറയുന്നതിന് ഐ ആം നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആം നോട്ട്, അല്ലെങ്കിൽ ആമന്റ് എന്ന് പറയാം. ഇനി ഞാനാണോ എന്ന് ചോദിക്കാൻ ആം ഐ, ആം ഐ, ആം ഐ. ഞാനാണോ അല്ലേ അങ്ങനെ ചോദിക്കുന്നത്, ആം ഐ. ഇനി ആര് കറക്റ്റ് ചെയ്യും നോക്കട്ടെ. The last question from my side is that ഞാനല്ലേ. ഒന്നുകൂടെ ഉറപ്പിക്കാൻ. Not am I. എങ്ങനെയാണ്? Not am I. നോ, മിസ്റ്റേക്ക് വന്നാലും സാരില്ല. അയ്യോ തെറ്റിപ്പോയി, ഇനി ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് വിചാരിക്കരുത്. അത് കറക്റ്റ് അല്ല, തെറ്റിയ സാരില്ല, പറയാം. നിങ്ങൾക്ക് തോന്നുന്നത് പറയാം, അതല്ല. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഞാനല്ലേ, ഞാനല്ലേ. ഇതാരെങ്കിലും കറക്റ്റ് ചെയ്യോ നോക്കട്ടെ. Is there anybody? Not am I. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. I am not I. I am not എന്ന് പറയുന്നത് ഞാനല്ല. ഞാനല്ലേ. Am I എന്ന് പറഞ്ഞാല് ഞാനാണോ? Not am I. എങ്ങനെയാ? Not am I. എങ്ങനെ ആം നോട്ട് അല്ല? ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും പറയാനുണ്ടോ? ആയിഷ, സൈനബ്, are you there? ബാക്കിയുള്ള എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്യൂ. ക്ലാരിറ്റി ഇല്ല. ജസ്റ്റ് ഒന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. സൈനബ്, are you there? Do you know? ആയിഷ, സൈനബിനെ അറിയാമോ? ഇപ്പൊ ആരുടെയും കേൾക്കണില്ല. Am I audible to you? Do you know about the sentence, about the question structure? Ma'am, could you please say one more? Okay. You don't know. Okay, fine. Listen. No, I didn't hear that. Okay, ഞാൻ ചോദിച്ചത് ഇപ്പൊ കേൾക്കാമോ? Yes. Yeah, okay, fine. ഞാനാണോ എന്ന് പറയാൻ am I. അപ്പൊ ഞാനല്ലേ എന്ന് ചോദിക്കാൻ എങ്ങനെ ആയിരിക്കാം? ഗസ് ചെയ്യാമോ? ഞാനല്ലേ. ക്വസ്റ്റ്യൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് am I അല്ല. am I എന്ന് പറഞ്ഞാൽ ഞാനാണോ എന്നാണ്. എങ്ങനെയാണ്? Is am I? No. Is am I? No. അതൊരു ഊഹമാണ്. ഊഹം തിരക്കടില്ല. No. ഞാൻ പറയാം, ഇനി തെറ്റിക്കേണ്ട. ഓക്കെ, ഫൈൻ. No, ഫൈൻ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് അത് മാത്രമേ നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടാവുള്ളൂ. അതൊന്ന് മനസ്സിലേക്ക് വെച്ചോളൂ. ലിസൺ. ശരിക്കും നമ്മള് അല്ലേന്ന് ചോദിക്കാൻ ഒരു നോട്ട് കൊടുക്കണം. ആമിന്റ് ഐ എന്നാണ് വരിക. എന്നാൽ ഗ്രമറ്റിക്കലി അത് തെറ്റാണ്. വ്യാകരണ നിയമപ്രകാരം ആമിന്റ് ഐ എന്ന് ചിലയിടത്തൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലയിടങ്ങളില് ഈ പറയുന്നത് മാതിരി ആമിന്റ് ഐ എന്നൊക്കെ വരാറുണ്ട്. ചില പുസ്തകങ്ങളിലെല്ലാം കറക്റ്റ് ഒന്നും അല്ലല്ലോ.
എന്നാൽ ശരിക്കും നമ്മൾ പറയേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക്, കുറച്ച് മുതിർന്ന മക്കൾക്ക് അറിയുന്നുണ്ടാകും. ആം നോട്ട് വരുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് ആം ഐ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗിൽ ഐ ആം എ ടീച്ചർ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചവർക്ക് അറിയാം. വലിയ കുട്ടികൾക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. ചെറിയ മക്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാമേ. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. കേൾക്കാമോ ഇപ്പോ? മഴ പെയ്തുണ്ട് ഇവിടെ, അവിടെയൊക്കെ ഉണ്ടാകും. റേഞ്ച് മിസ് ആവുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യും, എന്നാലാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റർബൻസും കൂടെ വരും. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാൽ മതിയേ. അപ്പോ ഐ ആം എ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഒരു ആം എന്നുള്ളത് ഓക്സിലറിനെ പുറത്തേക്ക് എടുത്തു. പിന്നെന്താണ്, ആമിന്റ് ഐ എന്ന് വരാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ പറ്റില്ല എന്നൊക്കെ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും. 10th പഠിക്കുന്ന മക്കൾക്ക് അറിയാം. ആറിന്റ് ഐ ആണ് കേട്ടോ. ഹലോ 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 ഹലോ, ലിസൺ ഹിയർ കെയർഫുള്ളി. അവിടുത്തെ സൗണ്ട്, വീട്ടിലെ സൗണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ വീഡിയോ ഓഫ് ചെയ്യാം. നിങ്ങളുടെ വോയിസ് മാത്രം കേട്ടാൽ മതി. വീഡിയോ അവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്നവര് മാത്രം വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുക. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇരിക്കുന്നൊന്നും വീഡിയോയിൽ വരരുത്. ഓക്കെ? ഞാനിത് സൂം ക്ലാസ് റെക്കോർഡ് ചെയ്തത് ചാനലിലേക്ക് ഇടുന്നതാണ്. ശ്രദ്ധിച്ച് ക്ലാസ്സിന് ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്യാം കേട്ടോ. അപ്പോ ഞാനല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആറിന്റ് ഐ, ആമിന്റ് ഐ അല്ല, ആറിന്റ് ഐ. ആർ നോട്ട് ഐ ആണ്, പക്ഷെ നോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ആ നോട്ടിനെ നമ്മളൊന്ന് ഷോർട്ടൻ ചെയ്യും. ആറിന്റ് ഐ, AREN അപ്പോസ്ട്രോഫി T പിന്നെ ഐ. ആറിന്റ് ഐ, ഞാനല്ലേ. അതൊന്ന് പഠിച്ചു വെച്ചോളൂ, ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ആറിന്റ് ഐ, ആറിന്റ് ഐ. ഇനി ഞാൻ ഒന്നും കൂടി, മനസ്സിലായോ? Is it okay for you? Did you understand? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വിട്ടേക്കും, അതിനെ കുറിച്ച് കൺസേൺഡ് ആവണ്ട. ഞാൻ അല്ലേന്ന് ചോദിക്കാൻ എങ്ങനെ പറയണം? ആറിന്റ് ഐ, ആറിന്റ് ഐ, ആറിന്റ് ഐ. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ സെന്റൻസസ് പറയാൻ പോവുകയാണേ. ഞാൻ ആദ്യം ഓരോന്നുകൊണ്ട് പറയാം, എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട. ഞാനൊന്ന് പറയാം, നിങ്ങൾ ഓരോരുത്തരും ഓരോന്ന് പറയണം കേട്ടോ. ആദ്യം ഞാൻ ഐ ആം വെച്ചിട്ടല്ലേ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ഐ ആം വെച്ചിട്ട് ഒന്ന് പറയാം. ഐ ആം എ ടീച്ചർ, ഐ എം എ ടീച്ചർ, ഐ എം എ ടീച്ചർ. നിങ്ങൾ എന്ത് പറയും? ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ആയിഷ, സൈനബ്, ഐ ആം വെച്ചിട്ട് can you say I am? I'm a chess player. എല്ലാരും കൂടെ ഒരുമിച്ച് പറയരുത്, ഞാൻ പേര് വിളിക്കാം. സൈനബ്, I'm a chess player. I'm a chess player. Okay, ബാക്കി എല്ലാവരും ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ. Everybody off the mic. ഹലോ, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആക്കരുത്, ക്ലാസ് മൂവ് ചെയ്യില്ല. ലിസൺ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുക. ചോദിക്കുന്നവർ മാത്രം അതാത് സമയങ്ങളിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാലാണ് ക്ലിയർ ആവുക. അല്ലെങ്കിൽ ഒരുപാട് സമയം വെറുതെ പോവും, കാര്യങ്ങളോട്ട് മനസ്സിലാവത്തുമില്ല. അപ്പൊ എല്ലാവരും അവിടെ ഓഫ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക, ക്ലോസ് ചെയ്യുക. ഐഷ സൈനബ്, സേ ഐ ആം എ ചെസ് പ്ലെയർ. റൈറ്റ്? അതല്ലേ പറഞ്ഞത്? Yes, ma'am. ഓക്കെ, ഫൈൻ. ഇനി സൈനബ് തന്നെ പറഞ്ഞു. ഞാൻ ഒരു സെന്റൻസ് പറയാം. ഐ എം നോട്ട് എ ഫിലിം ആക്ട്രസ്. ഐ എം നോട്ട് എ ഫിലിം ആക്ട്രസ്. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോ ഐ ആം നോട്ട് വെച്ചിട്ട് സൈനബ് പറഞ്ഞോളൂ. I'm not. I'm not a thief. I'm not a thief. I'm not a thief. Okay, okay. അടുത്ത ആള് പറയരുത്. നെക്സ്റ്റ് പേഴ്സണിലേക്ക് ഞാൻ വരാം, അടുത്ത ആളിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഐ ആം നോട്ട് എ തീഫ്. ഞാനൊരു കള്ളനല്ല, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? Yes, ma'am. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ആം ഐ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ പറയാം. ഐ ആം എന്നുള്ളതും ഐ ആം നോട്ട് എന്നുള്ളതും ഉത്തരം പോലെയാണ്, സെന്റൻസ് ആണ്. ഇനി ചോദ്യമാക്കിയിട്ട് പറയുവാണെങ്കിൽ ആം ഐ, അപ്പൊ എങ്ങനെ പറയാം? ആം ഐ, ഞാനൊരു ആം ഐ അൻ എഞ്ചിനീയർ? ആം ഐ അൻ എഞ്ചിനീയർ? ഞാനൊരു എഞ്ചിനീയർ ആണോ? അങ്ങനെ നമ്മൾക്കൊരു ആശയക്കുഴപ്പം തോന്നുമ്പോഴൊക്കെ ചോദിച്ചേക്കാം. കൂടുതൽ നമ്മൾ സംസാരിക്കാറില്ല, നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണത്. ആം ഐ അൻ എഞ്ചിനീയർ? ഞാനൊരു എഞ്ചിനീയർ ആണോ?
അപ്പൊ ആം ഐ വെച്ചിട്ട് സൈനബ് ഒന്ന് പറഞ്ഞു നോക്കൂ. Student. Am I a Student. Am I a student? Am I a student? Am I a student? ഞാനൊരു സ്റ്റുഡന്റ് ആണോ, വിദ്യാർത്ഥിനിയാണോ? ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഞാനൊന്ന് പറയാം, എന്നിട്ട് സൈനബ് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യൂ. ഞാൻ ഓരോരുത്തരെ വിളിക്കാം കേട്ടോ. ഓക്കെ, അന്നേരം മൈക്ക് ഓൺ ചെയ്താൽ മതിയേ. ഐഷ, ലിസൺ. Aren't I a singer? Aren't I a singer? ഞാനൊരു ഗായികയല്ലേ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ചോദ്യാണ്, ഞാനൊരു ഗായികയല്ലേ? Aren't I a singer? Aren't I a singer? ഓക്കെ, ഇനി ഐഷ സൈനബ് പറഞ്ഞോളൂ. Aren't I വെച്ചിട്ട്. Aren't you a chess player? Aren't I a chess player? ഞാനൊരു ചെസ് പ്ലെയർ അല്ലേ? ഇത്രയാണ്. ഓക്കെ, ഐ ആം ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനാണ്. ആം നോട്ട് ഞാനല്ല. ആം ഐ ഞാനാണോ? ആറിൻറ് ഐ ഞാനല്ലേ? ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ചെറിയ മക്കളൊക്കെ ജോയിൻ ചെയ്യണതല്ലേ, എല്ലാവരെയും കണക്ട് ചെയ്യണം. ബേസിക് ആണ്. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു ഐഷ സേന? Yes, ma'am. I am okay. ഓക്കെ, ഫൈൻ. ഓക്കെ, വേണമെങ്കിൽ മറ്റുള്ളവരുടേത് കേൾക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഓക്കെ, Thank you, ma'am. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഒരൊറ്റ ആള് ഞാൻ വിളിക്കാം, പേര് വിളിക്കാമേ. അമീഖ. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടേത് കേൾക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവനവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലീവ് ചെയ്യാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അമീഖ, Yes, ma'am. Yes. മോൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ പറയണത് മനസ്സിലായായിരുന്നോ? Yes. ഓക്കെ, ഞാൻ അപ്പൊ ചോദിക്കാം. ഐ ആം വെച്ചിട്ട് ഒരു വാചകം പറഞ്ഞോളൂ. ഐ ആം. I am a student. ഐ ആം എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഇനി ഐ ആം നോട്ട് വെച്ചിട്ട് പറയൂ. I am not a dancer. ഐ ആം നോട്ട് എ ഡാൻസർ. ഞാനൊരു നർത്തകിയല്ല. ഓക്കെ, ഇനി ചോദ്യാണ്. ഇതുവരെ പറഞ്ഞത് രണ്ടും ഉത്തരം പോലെയാണ്, വാചകം പോലെയാണ്. ഇനി ചോദ്യാണ് കേട്ടോ. ഇനി രണ്ടെണ്ണം ചോദ്യം. ഞാനൊരു ഓക്കെ, ആം ഐ. ആം ഐ. ആം ഐ. Am I a singer? Am I a singer? ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു. Am I a singer? ഞാനൊരു ഗായികയാണോ? ഇനി ഞാനല്ലേ? Aren't I? Aren't I? എങ്ങനെ പറയാം? Aren't I a painter? Aren't I a painter? ഞാനൊരു പെയിന്റർ അല്ലേ? Aren't I a painter? ആ പറയുമ്പോഴേ am I എന്ന് പറയുമ്പോഴും aren't I എന്ന് പറയുമ്പോഴും ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിന്റെ ശൈലി വരണം. ആ ഒരു ടോൺ വരുമ്പോ am I, അതുപോലെ aren't I a painter? Aren't I a painter? Aren't I a painter? അങ്ങനെ. Did you get it? മനസ്സിലായോ അമീഖ? Yes. ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇത് ഇത്രയേ ഉള്ളൂ. ഐ ആം, ഐ നോട്ട്, ആം ഐ, ആറിൻറ് ഐ. ഇത് ക്ലിയർ ആവുക. നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ കേട്ടോ. വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ബാക്കിയുള്ളവരുടേത് കേൾക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. താങ്ക് യു അമീഖ. നെക്സ്റ്റ് വൺ, ഹു ഈസ് റെഡി? ഇനി ഞാൻ പേര് ഓരോരുത്തരെ വിളിക്കില്ല, വിട്ടുപോകും. ആരൊക്കെയാണ് പറയാൻ റെഡി ഉള്ളത്? ഒരാൾ പറയൂ പേര്. പേര് പറയൂ ആദ്യം. കം ഓൺ, ഹു ഈസ് റെഡി ഫസ്റ്റ്? ഹു ഈസ് റെഡി ടു സേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്, പറയാൻ ശ്രമിക്കണം. അപ്പോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. ആരാണ് റെഡി? ഹാഷിം റെഡി ആണോ? ഹലോ, ഹു ഇസ് ദിസ്? പറഞ്ഞോളൂ. അൻസഫ്. അൻസഫിന് മനസ്സിലായോ? ഈ പറഞ്ഞ 4 സെന്റൻസ് വെച്ചിട്ടും എങ്ങനെയാ പറയേണ്ടത് ഐഡിയ കിട്ടിയോ? കേട്ടായിരുന്നോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ബാക്കിയുള്ളവരെല്ലാരും മൈക്ക് ഓഫ് ചെയ്യണേ, ഓൺ ചെയ്ത് വെക്കരുത്. എനിക്ക് ഇങ്ങടേക്ക് ക്ലാരിറ്റി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അൻസഫ്, ഐ ആം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തോളൂ. ഐ ആം. I am a engineer. എ എഞ്ചിനീയർ എന്ന് പറയില്ല. ഇ എന്നുള്ളത് വവൽസിന്റെ വോയിസ് ആണ്, സൗണ്ട് ആയതുകൊണ്ട് ആൻ എഞ്ചിനീയർ. അപ്പൊ എങ്ങനെ പറയാം? ഐ ആം an engineer. I am an engineer. I am an engineer.
I'm an engineer. I'm an engineer. ഞാനൊരു എഞ്ചിനീയർ ആണ്. ഇനി I am not വെച്ചിട്ട് പറയൂ. I am not. I'm not a student. ശരിയാണോ തെറ്റാണോ എന്നൊന്നും കുഴപ്പമില്ല, വാചകമായാൽ മതി കേട്ടോ. ഐ എം നോട്ട് എ സ്റ്റുഡന്റ്. ഓക്കെ, ഞാനൊരു വിദ്യാർത്ഥിയല്ല. ഇനി ചോദ്യം, ഇത് രണ്ടും ഉത്തരം പോലെയാണ്, ആൻസർ ഫെയർ. ഇനി ചോദ്യാക്കുകയാണ് നമ്മൾ കേട്ടോ. ആം ഐ, ഞാനാണോ? ആം ഐ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ്. എങ്ങനെയാ? ഒരു എ വെച്ചോ, എന്നാൽ അത് കേൾക്കുമ്പോ ഒരു പെർഫെക്ഷൻ വരും. അപ്പൊ എങ്ങനെ പറയാം? ആം ഐ ഡോക്ടർ. അങ്ങനെ കേട്ടോ. ആം ഐ എ ഡോക്ടർ? ആം ഐ എ ഡോക്ടർ? ഞാനൊരു ഡോക്ടർ ആണോ? ഇനി ഞാനൊരു ഞാനല്ലേ എന്ന് വരണം. ഞാനല്ലേ. ആറിന്റ് ഐ ഒന്ന് പറഞ്ഞേ. ആറിന്റ് ഐ. പോട്ടെ. ഐ വരണം. ആറിന്റ് ഐ. പ്ലെയർ. എ വേണം. അങ്ങനെ പറയും. ഓക്കെ. ആറിന്റ് ഐ എ പ്ലെയർ? ഞാനൊരു കളിക്കാരനല്ലേ? ഞാൻ ഒന്നുകൂടെ അർത്ഥങ്ങൾ പറയാം. ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ ആകുന്നു. ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ ഞാനല്ല. ചോദ്യം പറയുന്നത് പോലെയാണെങ്കിൽ ആം ഐ, ഞാനാണോ? അതുപോലെ തന്നെ ഒരു ചോദ്യം തന്നെയാണ്, ഞാനല്ലേ? അതൊരു കൺഫ്യൂഷൻ ആണ്. ഞാനല്ലേ, ഞാൻ തന്നെ അല്ലേ അല്ലേ? ഞാനല്ലേ എന്ന് പറയാനാണ് ആറിന്റ് ഐ. ആറിന്റ് ഐ. മനസ്സിലായോ? ഓക്കെ ടീച്ചർ. ഓക്കെ ഫൈൻ. വേണമെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവരുടെ കേൾക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ബൈ, വെൽക്കം. നെക്സ്റ്റ് വൺ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ പെട്ടെന്നാവട്ടെ, ഇതിന്റെ തുടർച്ചയായിരിക്കും. ആരാണ്? റിത. ഹായ് റിത. റിത ഇപ്പൊ കണക്ട് ആയി. ക്ലാസ് കേട്ടായിരുന്നോ? കേട്ടു. ഓക്കെ, മനസ്സിലായോ മോൾക്ക്? മോള് 5 C ക്ലാസ് 5 Bയിലെ റിത അല്ലെ? ഓക്കെ ഫൈൻ. അപ്പോ എന്താ പറയുന്നത്? ഐ ആം വെച്ചിട്ടൊരു വാചകം പറഞ്ഞോളൂ. ഐ ആം ടീച്ചർ. ഒരു എ കൊടുത്തോ, അപ്പോഴാ കുറച്ചുകൂടെ ഭംഗിയാ സെന്റൻസ് കേൾക്കാൻ. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇനി ഐ ആം നോട്ട് വെച്ചിട്ട് പറയൂ. ഐ ആം നോട്ട് എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ന് പറയുമ്പോ ഇ ആണ് തുടക്കം അല്ലെ? വവൽസ് എന്നൊക്കെ പറയും. AEIOU വവൽസിന്റെ ഉച്ചാരണമാണ് ഈ എന്ന് വരുമ്പോ എ. അപ്പൊ എന്താണ്? എ എഞ്ചിനീയർ അല്ല, ആൻ എഞ്ചിനീയർ. അങ്ങനെ പറഞ്ഞേ. ഐ ആം നോട്ട് ഐ ആം നോട്ട് ആൻ എഞ്ചിനീയർ. ഓക്കെ ഫൈൻ. ഐ എം നോട്ട് ആൻ എഞ്ചിനീയർ. ഐ എം നോട്ട് ആൻ എഞ്ചിനീയർ. ഇനി ആം ഐ ചോദ്യാണ്. ആം ഐ, ഞാനാണോ? Am I player? ഒരു എ കൊടുത്തോ. Am I a player? Am I a player? Very good. ഞാനൊരു കളിക്കാരിയാണോ? ഇനി ഞാനല്ലേ, കൺഫ്യൂഷൻ ആണ്. Aren't I? ഞാനല്ലേ, അതെങ്ങനെയാ? Aren't I? Aren't I a doctor? Aren't I a doctor? Aren't I a doctor? Okay, aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? ആരാ പറഞ്ഞ ഞാനല്ലെന്ന്? Aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? ഓക്കെ റിത, ഇത്രയാണ് ഇന്ന്. ഇതിന്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്സിൽ. അങ്ങനെ കുറേശ്ശെ മുന്നോട്ട് പോകുന്നത് പതിയെ പതിയെ പോകത്തുള്ളൂ. ഇതിന്റെ തുടർച്ചയായിരിക്കും. എല്ലാ സൺഡേസിലും കണക്ട് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. വേണമെങ്കിൽ ലീവ് ചെയ്യാം, മറ്റുള്ളവരത് കേൾക്കണമെങ്കിൽ നിൽക്കാം. ഇത്രയും ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. എല്ലാവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ലീവ് ചെയ്യും നമ്മൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, വെൽക്കം. ഹായ്, ഹു ഇസ് ദിസ്? ശിവത് മോൻ എപ്പോഴാ കണക്ട് ആയി? എല്ലാം കേട്ടായിരുന്നോ? ശരി, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? യെസ്. ഐ ആം, ഞാനാണ്. ഐ ആം സെന്റൻസ് ക്രിയേറ്റ് ചെയ്തോളൂ. I am a boy.
ഐ ആം എ ബോയ്. ഞാനൊരു ആൺകുട്ടിയാണ്. ഓക്കെ ഫൈൻ. ഐ ആം നോട്ട്. ഞാനല്ല. I am not a artist. നോട്ട് എ ആർട്ടിസ്റ്റ് അല്ല. നമ്മളിപ്പോ എ ആപ്പിൾ എന്ന് പറയോ? ആൻ ആപ്പിൾ എന്നല്ലേ പറയാ? അതെന്താന്നറിയോ? എ ഇ ഐ ഒ യു, ഈ 5 അക്ഷരം എ ഇ ഐ ഒ യു, ഈ 5 അക്ഷരത്തിന്റെ ഉച്ചാരണം വന്നാൽ എ പറയാൻ പാടില്ല, ആൻ പറയണം. അപ്പൊ എങ്ങനെയാണ്? ഐ ആം നോട്ട് ആൻ Not an artist. ഐ ആം നോട്ട് an artist. ഐ ആം നോട്ട് ആൻ ആർട്ടിസ്റ്റ്. ഞാനൊരു കലാകാരനല്ല. ഇനി ചോദ്യം, am I? ഞാനാണോ? Am I a ആ, am I a singer? am I ചോദ്യം ചോദിക്കണ പോലെ ഒരു തോന്നട്ടെ. Am I A singer? am I a singer? ഞാനൊരു ഗായകനാണോ? Am I a singer? ഞാനൊരു ഗായകനാണോ? ഇനി ഞാനല്ലേ? aren't I? aren't I? Aren't I a football player? വെരി ഗുഡ്. എന്ത് സ്മാർട്ട് ആയിട്ട് ശിവത് പറഞ്ഞു. aren't I a football player? aren't I a football player? ഞാനൊരു പന്ത് കളിക്കാരനല്ലേ? ആരാ പറഞ്ഞല്ല എന്നല്ലേ? ഞാനൊരു പന്ത് കളിക്കാരനല്ലേ? aren't I a football player? അപ്പൊ ശിവദിന് ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ? Yes. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അങ്ങനെ കേട്ടോ? Okay. ഓക്കെ ഫൈൻ. ബൈ. നെക്സ്റ്റ് വൺ. അടുത്ത ആരെങ്കിലും കണക്ട് ആയിട്ട് സംസാരിക്കാൻ റെഡി ഉണ്ടെങ്കിൽ കേട്ടോണ്ടിരുന്നാ നിങ്ങൾക്ക് അറിയില്ല, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാ. ആരാ റെഡി? ഹു ഈസ് റെഡി ടു സേ? 8:03 ആയിട്ടുണ്ട്. ഇനി കണക്ട് ആയവർ കുറച്ചു പേരുണ്ടായിരുന്നല്ലോ. ഈസ് ദെയർ എനിബഡി? ഹലോ, എസ് ആർ കെ. ആ, ഹലോ, പറഞ്ഞോളൂ. തെറ്റിയാലൊന്നും സാരില്ല, പറഞ്ഞോളൂ. അത് തിരുത്താനാ ഞാനിവിടെ ഇരിക്കണേ. I am Naja. നജയാണോ? നജ? ആ, ഓക്കെ. നജ റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഐ ആം വെച്ചിട്ട് മോൾ എന്ത് പറഞ്ഞു? ഐ ആം ഫാത്തിമ നജ. അതുകൊണ്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തതല്ലേ? അല്ലേ? അതോ ഇനി വേറെ പുതിയ സെന്റൻസ് വേണമെങ്കിൽ പറഞ്ഞു. I am a student. I am a student. ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഇനി I am not. ഞാനല്ല. അങ്ങനെ പറയാ. I am not a teacher. Not a teacher. ഞാനൊരു അധ്യാപികയല്ല. ഇത്രയും ഓക്കെ. ഇനി am I? ഞാനാണോ? ചോദ്യാണ്. Am I? Am I? Am I a player? Am I a player? ഞാനൊരു കളിക്കാരിയാണോ? കൺഫ്യൂഷൻ ആണ് അല്ലേ? Am I a player? ഞാനൊരു കളിക്കാരിയാണോ? അങ്ങനെ. ഇനി aren't I? aren't I? ഞാനല്ലേ? എങ്ങനെയാ? അതൊരു ചോദ്യാണ്. aren't I? Aren't I a daughter? aren't I a daughter? ഡോട്ടർ എന്നാണോ? ഡോക്ടർ എന്നായിരിക്കല്ലേ ഉദ്ദേശിച്ചത്? പരിശോധിക്കുന്ന വൈദ്യരെ അല്ലേ ഉദ്ദേശിച്ചത്? ഡോട്ടർ അല്ലല്ലോ, മകളല്ലല്ലോ? അല്ല. അല്ല. അപ്പൊ ഉച്ചരിക്കേണ്ടത് ഇങ്ങനെ, aren't I a doctor? aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? വെരി ഗുഡ്. മോൾക്ക് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇതിന്റെ തുടർച്ച കേട്ടോ. ബൈ. ബൈ. നെക്സ്റ്റ് വൺ ആരാണ്? മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടേത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒക്കെ മനസ്സിലായി. നിങ്ങൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ തെറ്റുക. അപ്പം എനിക്ക് പറഞ്ഞു തന്നാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. ഹാഷിർ. ഓക്കെ, ഹാഷിർ റെഡി അല്ലേ? ഹാഷിറെ, നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ. I am a boy. I'm a Boy. boy. ഓക്കെ, ഞാനൊരു ആൺകുട്ടിയാണ്. I'm not.
I am not. ഞാനിപ്പോ എന്താ അല്ലാത്തത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി, ഒരു സെന്റൻസ് ആയാൽ മതി, അത്രേ ഉള്ളൂ. ഐ എം നോട്ട്. I'm not an artist. ഐ എം നോട്ട് an ആർട്ടിസ്റ്റ്. ഞാനൊരു കലാകാരനല്ല. നമ്മുടെ ഹാഷിർ ആനൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ചോദ്യാണ്, ആം ഐ, ഞാനാണോ? ആം ഐ, ഞാനാണോ? ആം ഐ വെച്ചിട്ട് പറഞ്ഞോളൂ ഒരു ക്വസ്റ്റ്യൻ. Am I a singer? ആം ഐ എ സിംഗർ, ഞാനൊരു ഗായകനാണോ? ഹാഷിറിന് തന്നെ സംശയമാണ്, അപ്പോഴാണ് അങ്ങനെ ചോദിക്കുക. മനസ്സിലായോ? ആം ഐ എ സിംഗർ, ഞാനൊരു സിംഗറാണോ? മനസ്സിലായോ? ഇനി ഞാനല്ലേ, aren't I? aren't I? എന്താ? പറഞ്ഞോളൂ. Aren't I my daughter? മൈ വേണ്ട, നൈ വേണ്ട. ഏ വെച്ചിട്ട് പറയും. aren't I? Aren't I daughter? ഏ ഉണ്ടായിക്കോട്ടെ, അപ്പോഴല്ലേ ഭംഗി കേൾക്കാൻ. aren't I? Aren't I a doctor? ഓക്കെ ഫൈൻ. aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? aren't I a doctor? വെരി ഗുഡ്. ഹാഷിർ ക്ലിയർ അല്ലേ? ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഐ ആം നോട്ട്, ആം ഐ, aren't I. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ. അങ്ങനെ നാലെണ്ണം ഇത് നമ്മൾ അങ്ങനെ പഠിച്ചു പോകും. ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഭാഗം വരും. അങ്ങനെ കുറേശ്ശെ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ സ്കൂളിലെ പിള്ളേരാണെങ്കിൽ എന്റെ അടുത്ത് ക്ലാസ്സിൽ നിന്ന് ചോദിക്കാം. അല്ലാത്തവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ എന്തിപ്പോ ചെയ്യുക എന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ ചാനലിൽ മാജിക് ഇംഗ്ലീഷ് എന്ന് ഷപ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ലൈവ് സെഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, എന്നാലും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ബൈ ഹാഷിർ. I'm a student. ഓക്കെ, ഇത് ആരാന്ന് പറയൂ? Ishan Krishna. ഇഷാൻ കൃഷ്ണ, സ്മാർട്ട് ആയിട്ട് പറയൂ. I am a student. I am a student. ഞാനൊരു വിദ്യാർത്ഥിയാണ്. പിന്നെയോ? ഇനി ഐ ആം നോട്ട് വെച്ചിട്ട് പറയൂ. I am a not daughter. അയ്യോ, അത് പൊതുവെ പലർക്കും വരുന്ന ഒരു തെറ്റാണ് കേട്ടോ. ചെറിയ കുട്ടികൾ ചിലപ്പോൾ അറിയാണ്ട് പറയുന്നതാവും, മുതിർന്നവരും ചിലപ്പോൾ തെറ്റിക്കുന്നതാണ്. ഐ ആം എങ്ങനെയാ പറഞ്ഞത്? ഐ ആം നോട്ട് എന്നുള്ളതിന് ഐ ആം എ നോട്ട് പറയരുത്. എ നോട്ട് അല്ല, നോട്ട് എ, നോട്ട് എ, നോട്ട് നോട്ട്. I am not daughter. ഒന്നുകൂടെ പറഞ്ഞ മോനെ, അത് ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. ഐ ആം നോട്ട്. I am a ഇല്ല, എ വേണ്ട. എ എപ്പോ നോട്ട് കഴിഞ്ഞ് not. ഐ ആം നോട്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അതേപോലെ പറയണേ. ഐ ആം നോട്ട് എ ഡോക്ടർ. അങ്ങനെ പറഞ്ഞേ. I am not daughter. ഐ ആം നോട്ട്. എ പറയണം, പക്ഷെ നോട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. നോട്ട് കഴിഞ്ഞിട്ട് I am not a daughter. ഓക്കെ, വെരി ഗുഡ്. നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ അല്ല. ഓക്കെ, ഇനി ആം ഐ, ഞാനാണോ? ആം ഐ Am I a driver? ആം ഐ എ Driver. ഡ്രൈവർ. ഓക്കെ, ആം ഐ എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവർ ആണോ ചോദ്യാണ്. ഇനി ഞാനല്ലേ, അതൊരു ചോദ്യാണ് കേട്ടോ. ആറിഞ്ച് ഐ എങ്ങനെയാ? ആറിഞ്ച് ഐ. Orange eye. അപ്പൊ എങ്ങനെയാ? ആറിഞ്ച് ഐ എ Boy. ആറിഞ്ച് ഐ എ ബോയ്, ഞാനൊരു ആൺകുട്ടിയല്ലേ? ഓക്കെ, ആറിഞ്ച് ഐ എ ബോയ്, ഞാനൊരു ആൺകുട്ടിയല്ലേ? മോനെ കുറച്ച് ആലോചിച്ചിട്ടാ പറയുന്നത്, പക്ഷെ പറയുന്നത് കറക്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ബൈ. Bye. നെക്സ്റ്റ് വൺ. ബൈ. നെക്സ്റ്റ് വൺ. ഇനി ആരെങ്കിലും പറയാൻ റെഡിയാണോ? ഇനി ആരെങ്കിലും കണക്റ്റഡ് ആണോ? ഹലോ. Hello. യെസ്, ആരാണ്? Alu Fahan.
സ്പെല്ലിംഗ് ഒന്ന് പറയാമോ പേരിന്റെ? ALOOFAHAN. അലൂഫ് അഹാൻ. നല്ല വെറൈറ്റി നെയിം ആണല്ലോ. എവിടെയാ സ്ഥലം? പള്ളിപ്പോയില്. അതെവിടെയാ? കാലിക്കറ്റ് ആണോ ഡിസ്ട്രിക്റ്റ്? കോഴിക്കോടാണോ? കോഴിക്കോട് ജില്ലയാണോ? ഓക്കെ. ഗഫൂർ മാസ്റ്റർ സ്റ്റുഡന്റ് ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഏത് ക്ലാസ്സിൽ പഠിക്കണോ? 4ാം ക്ലാസ്സില്. ഓക്കെ. മോനെ ഞാൻ ക്ലാസ് എടുത്തത് ആദ്യം മുതൽ കേട്ടായിരുന്നോ? അപ്പോഴേ ഉണ്ടോ? മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? ഐ ആം, ഞാനാണ്. എങ്ങനെയാ? ഒരു സെന്റൻസ് പറഞ്ഞോളൂ. ഐ ആം an doctor. ഐ ആം എ ഡോക്ടർ. ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. ഇനി ഐ ആം നോട്ട്. I am not a teacher. ഐ ആം നോട്ട് എ ടീച്ചർ. ഞാനൊരു അധ്യാപകനല്ല. ഓക്കെ. ഇനി ചോദ്യം പോലെ ആം ഐ, ഞാനാണോ? ആം ഐ? അത് വെച്ചിട്ടൊരു ചോദ്യം പറയൂ. ആം ഐ? ആം ഐ? മോനിപ്പോ പറഞ്ഞത് എനിക്ക് റേഞ്ച് കട്ടായല്ലോ. ആം ഐ? ഒന്നുകൂടെ പറഞ്ഞേ. റേഞ്ച് ഇങ്ങനെ പോയിട്ട് സംസാരം ക്ലിയർ അല്ലാണ്ട് വന്നു. ഹലോ ഹലോ ടീച്ചർ. യെസ്. എന്താ പറഞ്ഞേ? ആം ഐ? ഒന്നുകൂടെ പറയാമോ? ആം ഐ? ടീച്ചർ. ആം ഐ എ ടീച്ചർ? അങ്ങനെയാണോ? ഓക്കെ. ടീച്ചർ. ഓക്കെ ടീച്ചർ. ഓക്കെ ഫൈൻ. മനസ്സിലായി. ആം ഐ എ ടീച്ചർ? ഞാനൊരു ടീച്ചറാണോ? ശരി. ഇനി ആറിൻറ് ഐ, ഞാനല്ലേ? ആറിൻറ് ഐ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആറിൻറ് ഐ, ഞാനല്ലേ? പ്ലെയർ. ഒരു എ കൂടെ കൂട്ടിക്കോളൂ. എ പ്ലെയർ. അങ്ങനെ പറഞ്ഞേ. ആറിൻറ് ഐ എ പ്ലെയർ. ഓക്കെ ഫൈൻ. ആറിൻറ് ഐ എ പ്ലെയർ? ഞാനൊരു കളിക്കാരനല്ലേ? ആറിൻറ് ഐ എ പ്ലെയർ? ഓക്കെ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാം. നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ ഫൈൻ. ഇനി ആരെങ്കിലും ഒന്ന് പറയാൻ റെഡിനെസ് ഉണ്ടോ? അതോ കണക്ട് ആയവരൊക്കെ കഴിഞ്ഞോ? Hi, Nazal Zaman, the very vibrant boy in Hridian Kids, right? Yes. Yes. ഞാൻ വായിക്കണതൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. ഗുഡ് ബോയ്. ശരി. അപ്പൊ എന്നെ അറിയാമോ? ശരി ശരി. നസൽ സമാൻ പേര് കേട്ടപ്പോൾ ഹൃദയം കിഡ്സില് ഒരു പരിചയം കൂടെ തോന്നി കേട്ടപ്പോഴേ. സന്തോഷം. മോൻ ഏത് ക്ലാസ്സിലാ പഠിച്ചിരുന്നത്? 4th ക്ലാസ്. ഇപ്പൊ 4th. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് സെന്റൻസ് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഇല്ലേ? കേട്ടല്ലോ അല്ലെ? ക്ലാസ് കേട്ടല്ലോ അല്ലേ? കേട്ട്. ഓക്കെ. അപ്പൊ കുറച്ചേ ഉള്ളൂ ഇന്ന്. ഇതിന്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ എല്ലാ സൂം സെഷനിലും എല്ലാ ഞായറാഴ്ച എനിക്ക് പറ്റാവുന്ന സൺഡേസിലൊക്കെ ഉണ്ടാവും. ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ മതി. അതാത് ഞായറാഴ്ചകളിൽ എന്റെ ഹസ്ബൻഡിന്റെ ചാറ്റിൽ നിന്ന് വരും ലിങ്ക് കേട്ടോ. ഇതേ സെയിം ലിങ്ക് ആയിരിക്കില്ല, എല്ലാ സൺഡേസും സെപ്പറേറ്റ് ആണ്. ഇനി ഏതെങ്കിലും സൺഡേ ഒക്കെ പറ്റില്ലെങ്കിൽ അന്ന് ഉണ്ടാവില്ല, പക്ഷെ എല്ലാ സൺഡേസും സമയം ഇത് തന്നെ, 7:30 കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ. ഐ ആം പൈലറ്റ്. ഒരു എ കിടന്നോട്ടെ, ഒരു ഗുമ്മിന് അല്ലേ? ഐ ആം എ പൈലറ്റ്. ഞാനൊരു പൈലറ്റ് ആണ്. ആവുന്നതിന് മുമ്പേ അത് പറഞ്ഞ ചിലപ്പോ ആവൂട്ടോ. അങ്ങനെ വിശ്വസിച്ചോ. ഐ ആം നോട്ട്. I am not doctor. ഒരു എ കിടന്നോട്ടെ. I am not a doctor. ഐ ആം നോട്ട് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ അല്ല. ഓക്കെ. ഇനി ഞാനാണോ ചോദ്യാണ്. ആം ഐ? Am I singer?
എ എ എ എ ഉണ്ടാവുമ്പോഴാണ് എ ഓർ മാച്ച് അല്ല, അല്ലെങ്കിൽ എ ആണെങ്കിൽ എ, അല്ലെങ്കിൽ ആൻ ആണെങ്കിൽ അത് മാച്ച് അനുസരിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്ഷൻ തോന്നുക. അപ്പൊ എങ്ങനെ പറയാം? Am I a singer? Am I a singer? ആ ചോദ്യം ചോദിക്കുന്ന പോലെ വരട്ടെ. Am I a Am I singer? a singer? വെരി ഗുഡ്. Am I a singer? ഞാനൊരു ഗായകനാണോ? ഡൗട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നമ്മള്. മനസ്സിലായോ? Am I a singer? ഞാനൊരു ഗായകനാണോ? അങ്ങനെ. ഇനി aren't I? ഞാനല്ലേ? aren't I? Aren't I a doctor? Aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? Aren't I a doctor? ഞാനൊരു ഡോക്ടർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? മനസ്സിലായല്ലോ അല്ലേ? Yes. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ. Bye. Thank you. ബൈ. Next one. Is there anybody? Karthik. കാർത്തിക്, നീ മിണ്ടാണ്ടിരിക്കുന്നു. നീ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, എന്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയതായിരിക്കും സംസാരം കേൾക്കാത്തോണ്ട്. മനസ്സിലായോ നിനക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? യെസ്. ഐ ആം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഐ ആം. I am student. ഒരു എ കിടന്നോട്ടെ, അപ്പൊ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയി, ഭംഗിയായി. ഐ ആം. I am a student. I am a student. I'm a student. I'm a student. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഇനി I am not. I am not. ഞാനല്ല. I am not a doctor. I am not a doctor. ഞാൻ ഒരു ഡോക്ടർ അല്ല. വെരി ഗുഡ്. ഇനി ഞാനാണോ ചോദ്യാണ്. Am I? Am I? Am I? Am I dancer? ഒരു എ കൊടുത്തോ. എ കൊടുത്തിട്ട് പറഞ്ഞു നോക്കിക്കോളൂ. Am I? Am I a dancer? ഓക്കെ. അത് ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ശൈലിയിൽ ചോദിക്കും. അപ്പൊ Am I a doctor? ഞാനൊരു ഡോക്ടർ ആണോ? Am I a doctor? ഞാനൊരു ഡോക്ടർ ആണോ? അങ്ങനെ. ഇനി ഞാനല്ലേ? Aren't I? Aren't I? പറഞ്ഞോളൂ. Aren't I pilot? എ വെച്ചിട്ട് പറയൂ. Aren't I a pilot? Aren't I a pilot? ഞാനൊരു പൈലറ്റ് അല്ലേ? ആരെ പറഞ്ഞ അല്ലാന്നല്ലേ? അല്ലേ, അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ. ഡൗട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യണം, ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. Aren't I a pilot? ഞാനൊരു പൈലറ്റ് അല്ലേ? Aren't I a pilot? ഇത്രയുമാണ്. മനസ്സിലായല്ലോ അല്ലേ കാർത്തിക്? Yes. ഓക്കെ, ഫൈൻ. ബൈ. Bye. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Okay. ഇനി ആരെങ്കിലും കണക്റ്റഡ് ആണോ? Is there anybody? Hello? SRK, are you there? Hello? Yes. Is there anybody? ഇനി ആരെങ്കിലും കണക്റ്റഡ് ആണോ? ഇനി ആരെങ്കിലും സംസാരിക്കാൻ റെഡിനെസ് ഉണ്ടോ? ആരും സംസാരിക്കണ കേൾക്കുന്നില്ല. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതൊന്ന് റീക്യാപ്പ് ചെയ്യാം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക്. ഐ ആം ഞാനാണ്, ഞാനാകുന്നു. ഐ ആം നോട്ട് ഞാനല്ല. ആം ഐ ക്വസ്റ്റ്യൻ ആണ്. ആം ഐ ഞാനാണോ? ആറൻറ്റ് ഐ ഞാനല്ലേ? അതും ക്വസ്റ്റ്യൻ. അപ്പൊ ഐ ആം എന്നുള്ളത് നമ്മൾ വാചകം പോലെ പറഞ്ഞു. ഐ ആം നോട്ടും അതുപോലെ തന്നെ. ചോദ്യമാക്കുമ്പോ ആം ഐ ഒന്ന് തിരിച്ചിട്ടാ മതി. ആമിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്ന ചോദ്യമായി. ആം ഐ ഞാനാണോ? ഒന്നുകൂടെ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ആറൻറ്റ് ഐ ഞാനല്ലേ? ഇങ്ങനെ. ഇതിപ്പോ ഐ എന്നുള്ള പ്രോനൗൺ വെച്ചിട്ടുള്ള ഓക്കെ ലിസൺ, ഞാൻ ഐ എന്ന് വെച്ചിട്ടുള്ള ഐ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ട് വരുന്ന പ്രോനൗൺ ആണ്, സർവനാമം. ഇത് അറിയുന്നവർക്ക് വേണ്ടി പറയുവാണ്. അപ്പോ ഐ വെച്ചിട്ട് നമ്മള് വാചകം ഉണ്ടാക്കി, ചോദ്യം ഉണ്ടാക്കി, അത് സെറ്റ്.
പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കി ഐ ആം വെച്ചിട്ട്, നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കി ഐ എം നോട്ട് വെച്ചിട്ട്, പിന്നെ ചോദ്യം ഞാനാണോ എന്നുള്ള രീതിക്കും ഞാൻ അല്ലേ എന്നുള്ള രീതിക്കും നമ്മൾ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ചെയ്തു. അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബേസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സോ ഷബ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമന്റും പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം സൂം സെഷനിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുക, സ്ഥിരമായിട്ട് പങ്കെടുക്കുക. കൺസിസ്റ്റന്റ് ആകുമ്പോഴാണ് നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകുക. അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഒരു കണക്ഷൻ കിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കയറാണ്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും മാജിക് ഇംഗ്ലീഷ് ക്ലബിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഈ ഫ്രീ ആയിട്ട് തരുന്ന സൺഡേസിലെ 7:30 സെഷനെ കുറിച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞാൻ എന്താ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഷബ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷുമായിട്ട്. അടുത്ത സൺഡേയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. സോ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.